നീറ്റ് പരീക്ഷാ ക്രമക്കേടിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ നടത്തിയ സമരത്തിന് വളരെ വേഗമാണ് കേന്ദ്ര സർക്കാർ കീഴടങ്ങിക്കൊടുത്തത്. ഇവരുടെ എല്ലാ ആവശ്യങ്ങളും 3 ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. മന്ത്രിയുടെ രാജി ഉൾപ്പെടെ ഈ എല്ലാ ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് ഇത്ര വേഗതയിൽ കേന്ദ്ര സർക്കാർ കീഴടങ്ങിയ ഒരു സംഭവമെന്നത് കർഷക സമരത്തിന് മുന്നിലായിരുന്നു. കർഷകർ ദില്ലിയിൽ സംഘടിച്ചെത്തുകയും അന്ന് അവതരിപ്പിക്കപ്പെട്ട 3 കാർഷിക ബില്ലുകൾ ആ കർഷക ബില്ലുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെടുകയുമാണ് ചെയ്തത്. അതിന് ഒട്ടും ഒരുക്കമല്ലാതിരുന്നിട്ട് കൂടി, അല്ലെങ്കിൽ ഈ കർഷക ബില്ലുകൾ യഥാർത്ഥത്തിൽ കർഷകർക്ക് ദോഷം ചെയ്യുന്നതല്ല, അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയുള്ളതാണ് എന്നിട്ട് കൂടി കേന്ദ്ര സർക്കാർ ആ ബില്ലുകൾ മുഴുവൻ പിൻവലിച്ച് കർഷക സമരം അവസാനിപ്പിച്ചു. രാജ്യവിരുദ്ധ ശക്തികൾ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിനെ ഇതിന് പ്രേരിപ്പിച്ചത് എന്ന് പിന്നീട് വിശദീകരിക്കപ്പെട്ടു. അതായത് കർഷകരുടെ ആ സമരം അല്ലെങ്കിൽ ആ ബില്ലുകൾ പിൻവലിക്കാതെ പോയാൽ അങ്ങേയറ്റത്തെ ഒരാവശ്യമായിരുന്നു. അത് പിൻവലിക്കാതിരുന്നാൽ കർഷകരുടെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് സമരം അവസാനിപ്പിച്ചാൽ പോലും ബില്ലുകൾ പിൻവലിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും അവർ വിചാരിക്കുമ്പോഴെല്ലാം ഈ സമരവുമായി ദില്ലിയിലെത്താൻ സാധിക്കും. അവിടെയൊക്കെ രാജ്യവിരുദ്ധ ശക്തികൾ ആ സമരം ഹൈജാക്ക് ചെയ്യുകയും ചെയ്യും. ഈ കാര്യത്തിലും അത് തന്നെയാണ് ഉണ്ടായത്. അതിനുശേഷം, അതായത് ബില്ലുകൾ പിൻവലിച്ച് കർഷക സമരം ഒത്തുതീർപ്പാക്കിയതിന് ശേഷം ഇനി കർഷക സമരമൊന്നും പറഞ്ഞ് ആരും ദില്ലിയിലോട്ട് പോവില്ല. കാരണം ആ വിഷയം അവിടെ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ അവസാനിപ്പിച്ചിട്ടുണ്ട്. മറ്റ് ചില വിഷയങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് കർഷക സമരമെന്ന വ്യാജേന പലതും നടത്തിയെങ്കിലും അതൊക്കെ ചീറ്റിപ്പോവുകയായിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം, അവിടെയും രാജ്യവിരുദ്ധ ശക്തികളുടെ വളരെ കൃത്യമായ സാന്നിധ്യം സർക്കാർ തിരിച്ചറിയുന്നു. ഈ ഒരു വിഷയം അതവർ ഏറ്റെടുക്കുന്നു എന്ന് തിരിച്ചറിയുന്നു. അതോടുകൂടി ഈ വിഷയം സർക്കാർ അവസാനിപ്പിക്കുന്നു. അതാണ് ഉണ്ടായത്. ഇങ്ങനെ ഒരു സൂചന, അതായത് രാജ്യവിരുദ്ധ ശക്തികൾ ഈ സമരം ഏറ്റെടുത്തു എന്നതിൻ്റെ, അല്ലെങ്കിൽ അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ സമരം എത്രയും വേഗം അവസാനിപ്പിച്ചത് എന്നതിൻ്റെ ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ സൂചനകൾ പുറത്തുവിടുന്നത് മറ്റാരുമല്ല, ബംഗാൾ പോലീസാണ്. ബംഗാൾ പോലീസ് ബംഗാളിൽ തന്നെയുള്ള, പശ്ചിമ ബംഗാളിൽ തന്നെയുള്ള ഹമീദ് മണ്ഡൽ എന്ന് പറയുന്ന ഒരു ജെയ്ഷെ ഭീകരനെ അറസ്റ്റ് ചെയ്യുന്നു. ഹമീദ് മണ്ഡലിനെ മാത്രമല്ല, ഹമീദ് മണ്ഡലിൻ്റെ ഒപ്പം പ്രവർത്തിച്ചു വരികയായിരുന്ന, ഈ ഭീകര പ്രവർത്തനത്തിനൊപ്പം പങ്കാളിയായിരുന്ന ഇയാളുടെ പെൺ സുഹൃത്ത് അർപ്പിത സർക്കാർ എന്ന യുവതിയെയും അറസ്റ്റ് ചെയ്യുന്നു. ഈ ഹമീദ് മണ്ഡലിൻ്റെയും അർപ്പിത സർക്കാരിൻ്റെയും കഥ പറയുന്നതിന് മുമ്പ് ബംഗാൾ പോലീസിനെ കുറിച്ച് ഒരു കാര്യം പറയാം. ബംഗാൾ പോലീസ് ഇതുവരെ അത്ര കാര്യഗൗരവത്തോടുകൂടി ഒരു പ്രധാനപ്പെട്ട കേസുകളും രാജ്യവുമായി ബന്ധപ്പെട്ട, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ നീക്കങ്ങളൊന്നും നടത്താത്ത ഒരു പോലീസ് സേനയാണ്. ഗുണവുമില്ല ദോഷവുമില്ല എന്ന രീതിയിൽ വർഷങ്ങളോളം കഴിഞ്ഞ ഒരു പോലീസ് സേനയാണ് ബംഗാൾ പോലീസ്. അത് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണകാലം മുതൽ തന്നെ, കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണകാലത്ത് ഈ പ്രതിപക്ഷ കക്ഷികളെ വെടിവെച്ച് കൊല്ലാനെങ്കിലും ഈ പോലീസിനെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം മമതാ ബാനർജി വന്നു. ആ സമയത്തൊക്കെയും ബംഗാൾ പോലീസ് പൂർണ്ണമായും നിഷ്ക്രിയരായിരുന്നു. ബംഗാൾ പോലീസ് ഉദ്യോഗസ്ഥരെ ഭരണത്തിൻ്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ വെറും കൂട്ടിലിട്ട തത്തമാരായിട്ടാണ് അതത് ഭരണാധികാരികൾ കണ്ടിരുന്നത്. ബംഗാൾ പോലീസിന് യാതൊരു സ്വാതന്ത്ര്യവുമില്ലായിരുന്നു. പാർട്ടി പ്രവർത്തകർക്കുമായിരുന്നു അവിടെ സ്വാതന്ത്ര്യം. ജനങ്ങൾക്ക് പോലും വലിയ ബഹുമാനമൊന്നും ബംഗാൾ പോലീസിനെ കുറിച്ചില്ല. അപ്പോൾ കാണുമ്പോൾ കൈക്കൂലി വാങ്ങാനും പെറ്റിയെടുക്കാനും മാത്രമായിട്ടുള്ള ഒരു സേനയായിട്ടാണ് അവർ ബംഗാൾ പോലീസിനെ കണ്ടത്. പക്ഷേ ഇപ്പോൾ ബംഗാൾ പോലീസ് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ നിർണായകമായ വെളിപ്പെടുത്തലുകളും നിർണായകമായ അറസ്റ്റുമൊക്കെ നടത്തി മുന്നോട്ട് വരികയാണ്. രാജ്യത്തെ മറ്റ് പോലീസ് സേനകളെ പോലെ തന്നെ ബംഗാൾ പോലീസും ആ ഒരു മുഖ്യധാരയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വാർത്ത കൂടിയാണ് ഈ പറയാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഹമീദിൻ്റെയും അതുപോലെ തന്നെ ഈ അർപ്പിത സർക്കാരിൻ്റെയും കഥ പറയാം. ഈ ഹമീദ് നല്ല ഒന്നാം തരം ജെയ്ഷെ മുഹമ്മദ് ഭീകരനാണ്. ജെയ്ഷെ മുഹമ്മദിൻ്റെ ഓപ്പറേറ്റീവ്സ് ആയിട്ടുള്ള, അതായത് പാകിസ്ഥാനിൽ ജെയ്ഷെ മുഹമ്മദ് ഒട്ടനവധി ഇന്ത്യ വിരുദ്ധ ഭീകരരെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഈ ദാവൂദ് ഇബ്രാഹിമിനെ പോലെ ജെയ്ഷെ മുഹമ്മദിനും ഒരു വ്യക്തിയുണ്ട്. അയാളുടെ പേര് ഷെഹ്സാദ് ഭാട്ടി എന്നാണ്. ഷെഹ്സാദ് ഭാട്ടി ഇപ്പോൾ ഇന്ത്യയിൽ എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നത് സംബന്ധിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട്, ലാഹോറിൽ കൊണ്ട് ഇന്ത്യയിൽ നടത്തുന്നുണ്ട്. ഇയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് എന്ന് പറയുന്നത് മയക്കുമരുന്ന് കച്ചവടമാണ്. ആയുധ കച്ചവടം മറുഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ചില സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കുക, ഇന്ത്യയിലെ ചില കണക്ഷനുകൾ ഉപയോഗിച്ച് യുവതിയുവാക്കളെ ഭീകര പ്രസ്ഥാനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുക, അവരെ കൊണ്ട് ഭീകരപ്രവാദ പ്രവർത്തനം ഇവിടെ നടത്തിക്കുക. അതാണ് ഇപ്പോൾ ഭീകര സംഘടനകൾ, പാകിസ്ഥാൻ അനുകൂല ഭീകര സംഘടനകളെല്ലാം ചെയ്തു വരുന്നത്. അല്ലാതെ ഈ പഹൽഗാമിൽ നടത്തിയതുപോലെ, ഈ അടുത്ത ദിവസങ്ങളിൽ കുൽഗാമിൽ നടത്തിയതുപോലെ അതിർത്തി കടന്ന് ഇവിടെ എത്തി
ഭീകരപ്രവർത്തനവും ആക്രമണവും ഒക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇക്കാലത്ത് ഏറെക്കുറെ അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സ്ലീപ്പർ സെല്ലുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭീകരപ്രവർത്തനം പാകിസ്ഥാൻ ഭീകരവാദ സംഘടനകൾ നടത്തുന്നത്. അത്തരത്തിൽ ഈ ഷെഹ്സാദ് ഭാട്ടിയ ഗ്രൂപ്പ് ഇന്ത്യയിൽ നിന്നും റിക്രൂട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഹമീദ് മണ്ഡൽ. ഇങ്ങനെ ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്യുന്ന വ്യക്തികളെ മറ്റു പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ട്രെയിൻ ചെയ്യിക്കുന്നത്. പണ്ടൊക്കെ ഇവരെ പാകിസ്ഥാനിലേക്ക് കടത്തുമായിരുന്നു, പിന്നീട് തിരിച്ചു കൊണ്ടുവരുമായിരുന്നു. ഇതൊക്കെ ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അതൊന്നും നടത്തുന്നില്ല. സോഷ്യൽ മീഡിയയിലുള്ള അല്ലെങ്കിൽ എൻക്രിപ്റ്റഡ് മെസ്സേജസ് ഉപയോഗിക്കുന്ന ആപ്പുകളുണ്ടല്ലോ, ടെലഗ്രാം, വാട്സപ്പ്, ഇങ്ങനെയുള്ള ആപ്പുകൾ മുഖേനയാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അങ്ങനെ ഈ ഹമീദ് മണ്ഡലിന് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കുന്നു, നല്ല ഒന്നാം തരം ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദിയാക്കി മാറ്റുന്നു. അതിനുശേഷം ഈ ഹമീദ് മണ്ഡലിൻ്റെ പെൺസുഹൃത്ത് അർപ്പിത സർക്കാരിനെയും ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഹമീദ് ഉപയോഗിക്കുന്നുണ്ട്. ഇയാളുടെ ആദ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ബംഗാളിലെ ഒരു മന്ത്രിയായിരുന്നു, ഒരു സീനിയർ മന്ത്രിയാണ്, ഹൗറയിൽ നിന്നുള്ള ഒരു മന്ത്രിയാണ്. ആ മന്ത്രിയെ മന്ത്രിയിൽ നിന്നും പണം തട്ടുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അതിനുവേണ്ടി ഇവരുടെ മകനെ ഹണി ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. അർപ്പിത സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ടാണ് പാക് ഹാൻഡിലർമാർ, ഈ ഹമീദാണ് ഇതൊക്കെ ചെയ്യിക്കുന്നതെങ്കിലും ഹമീദിന് അപ്പോൾ നിർദ്ദേശം വരുന്നത് പാക് ഹാൻഡിലർമാരിൽ നിന്നാണ്. ഈ പാക് ഹാൻഡിലർമാരുമായി ഹമീദ് നടത്തിയ ആശയവിനിമയമെല്ലാം ഇപ്പോൾ ബംഗാൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പാകിസ്ഥാനിലെ വിവിധ ഐഡികൾ, റാണ എന്നു പേരുള്ള ഒരു ID, ഉസൈർ എന്നു പേരുള്ള മറ്റൊരു ID, ആബിദ് ജാട്ട് 333 എന്ന് പറയുന്ന മറ്റൊരു ID, ഹമദ് എന്ന് പറയുന്ന മറ്റൊരു ID, ഇങ്ങനെയുള്ള സമൂഹ മാധ്യമ ഐഡികൾ വഴി നിരന്തരം ഈ പാകിസ്ഥാനുമായി ആശയവിനിമയം നടത്തിയിരുന്നു എന്നുള്ളതിൻ്റെ ചാറ്റുകൾ ഉൾപ്പെടെ എല്ലാ തെളിവുകളും ഇപ്പോൾ ബംഗാൾ പോലീസിൻ്റെ കയ്യിലുണ്ട്. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഹൗറയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സീനിയർ മന്ത്രി, ആ സീനിയർ മന്ത്രിയുടെ മകനെ ഹണി ട്രാപ്പിൽപ്പെടുത്താനുള്ള ശ്രമം അർപ്പിത സർക്കാർ വഴി നടത്തുന്നു. അങ്ങനെ ഹണി ട്രാപ്പിൽപ്പെടുത്തി അവരിൽ നിന്നും, ഈ മന്ത്രിയിൽ നിന്നും പണം തട്ടുക എന്നുള്ളതാണ് ഇവരുടെ ആദ്യത്തെ ഉദ്ദേശം. ആ പണമായിരിക്കണം ഇനി അടുത്ത തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഇവർ ഉപയോഗിക്കുക. ഈ പണത്തിന് വേണ്ടി ഹണി ട്രാപ്പ് ചെയ്യുമ്പോഴാണ് ബംഗാൾ പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. അത് ബംഗാൾ പോലീസിൻ്റെ ഇൻ്റലിജൻസ് ആണോ അതോ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഇൻ്റലിജൻസ് ഏജൻസികൾ നൽകിയ ഇൻപുട്ടാണോ എന്ന് വ്യക്തമല്ല. പക്ഷേ എന്തായാലും ഇൻ്റലിജൻസ് ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ആശയവിനിമയം മന്ത്രിയുടെ വീടുമായി നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത് ബംഗാൾ പോലീസ് പൊക്കുന്നു. അങ്ങനെയാണ് ഈ അർപ്പിത സർക്കാർ എന്ന ഹണി ട്രാപ്പുകാരി അറസ്റ്റിലാകുന്നത്. അർപ്പിത സർക്കാരിൻ്റെ ഫോൺ രേഖകളും മറ്റും പരിശോധിക്കുമ്പോഴാണ് ഈ പറയുന്ന ഹമീദ് മണ്ഡലിൻ്റെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഹമീദ് മണ്ഡലിനെ കുറിച്ചുള്ള വിവരങ്ങൾ, അല്ലെങ്കിൽ ഹമീദ് മണ്ഡലിൻ്റെ ഫോണും മറ്റു കാര്യങ്ങളുമൊക്കെ പരിശോധിക്കുമ്പോഴാണ് പാകിസ്ഥാൻ ബന്ധമുണ്ട് ഇവർക്ക് എന്ന് തെളിയുന്നത്. ഇങ്ങനെ ഇവരെ ഏറെക്കാലം നിരീക്ഷിച്ചതിന് ശേഷമാണ് ഈ കഴിഞ്ഞ ജൂലൈ 31 ഹമീദ് മണ്ഡലിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഹമീദ് മണ്ഡലിനെ ഒരു പശ്ചിമ ബംഗാളിലെ ഒരു തിരക്കേറിയ വലിയ ജനവാസ മേഖലയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇയാൾ തീവ്രവാദിയാണ്, ഇയാളുടെ പ്രവർത്തനങ്ങൾ സംശയിക്കാതിരിക്കാനായി ഈ ജനവാസ മേഖലയിൽ തന്നെ ഇയാൾ വന്ന് താമസിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ചോദ്യം ചെയ്യലുണ്ടാകുന്നു, വിശദമായ തെളിവെടുപ്പ്, പരിശോധനകൾ ഇതെല്ലാം നടത്തുന്നുണ്ട് ബംഗാൾ പോലീസ്. അതിനുശേഷമാണ് ഇയാളെ ഹണി ട്രാപ്പ് ചെയ്യുക എന്നത് മാത്രമായിരുന്നില്ല, മറ്റു ചില 2 ഉദ്ദേശങ്ങൾ കൂടി ഉണ്ടായിരുന്നുവെന്ന് ഈ പറയുന്ന പാകിസ്ഥാൻ ഹാൻഡിലർമാരുമായി നടത്തിയ ആശയവിനിമയത്തിൽ നിന്നും ബംഗാൾ പോലീസിന് പിടികിട്ടുന്നുണ്ട്. അതായത് നിരന്തരം ഈ ഹമീദ് മണ്ഡൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ വിശദ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. സുവേന്ദു അധികാരിയുടെ ഇന്നത്തെ പരിപാടികൾ എല്ലാവർക്കും, നമുക്ക് ഈ മാധ്യമപ്രവർത്തകർക്കടക്കം ലഭിക്കുന്ന കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മീഡിയ ഗ്രൂപ്പിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇന്ന് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ എന്തൊക്കെ, 1 മണിക്ക് ഇന്ന പരിപാടി, 2 മണിക്ക് ഇന്ന പരിപാടി, അങ്ങനെ ചാർട്ട് ചെയ്തിട്ടുണ്ടാവും മുഖ്യമന്ത്രിയുടെ ഷെഡ്യൂൾ. അത് ലഭ്യമാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പണിയൊന്നുമല്ല. പക്ഷേ ഇത് ആവശ്യമുള്ളവരാണ് ഇതെടുക്കുക. പക്ഷേ ഇത് ആവശ്യമില്ലാത്ത ഒരാൾ ഇത്തരത്തിൽ ഹമീദ് മണ്ഡൽ ഓരോ ദിവസവും മുഖ്യമന്ത്രിയുടെ ഷെഡ്യൂൾ എടുക്കുന്നു, മുഖ്യമന്ത്രിയെ വളരെ ക്ലോസായി വാച്ച് ചെയ്യുന്നു. മുഖ്യമന്ത്രിയോടൊപ്പം എപ്പോഴാണ് ഏറ്റവും കൂടുതൽ പോലീസുകാരുള്ളത്, മുഖ്യമന്ത്രിക്ക് ഏത് പരിപാടിക്ക് പോകുമ്പോഴാണ് ഏറ്റവും വലിയ സുരക്ഷാ സന്നാഹമുള്ളത്, മുഖ്യമന്ത്രിയുടെ കൂടെ വലിയ സുരക്ഷാ സന്നാഹമൊന്നും ഇല്ലാത്ത സമയം എപ്പോഴാണ്, എത്ര മണിക്കാണ് മുഖ്യമന്ത്രി വീട്ടിൽ നിന്നിറങ്ങുന്നത്, എത്ര മണിക്കാണ് പോകുന്നത്, ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ദൈനംദിന റുട്ടീനുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാമാണ് ഈ ഹമീദ് മണ്ഡൽ പരിശോധിച്ചത്. ഇതൊക്കെ പരിശോധിക്കാനുള്ള നിർദ്ദേശം നൽകുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. പാകിസ്ഥാനിലേക്ക് ഈ വിവരങ്ങൾ ഹമീദ് മണ്ഡൽ കൈമാറുകയും ചെയ്യുന്നുണ്ട്. ഇത് മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താനാണ് എന്നാണ് ഇപ്പോൾ ബംഗാൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം.
അതായത് സുരക്ഷ കുറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങൾ നോക്കി ബംഗാൾ മുഖ്യമന്ത്രിയെ ആക്രമിക്കുക എന്നതാണ് ഇതിൻ്റെ കൃത്യമായ ഉദ്ദേശം. നമുക്കറിയാം, ഈ അടുത്ത കാലത്താണ് പശ്ചിമ ബംഗാൾ സംസ്ഥാനം BJP പിടിച്ചെടുത്തത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJP അവിടെ വിജയം നേടുന്നത്. ഒരു BJP മുഖ്യമന്ത്രി അവിടെ അധികാരത്തിൽ വരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഈ അനധികൃത വിദേശികളെയെല്ലാം അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുന്നത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ കാലത്താണ്. നേരത്തെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിമാർ അതുമായിട്ടൊക്കെ കോംപ്രമൈസ് ചെയ്തിരുന്നു. അതിർത്തികൾ വേലികെട്ടി സംരക്ഷിക്കാൻ തുടങ്ങിയത് ഈ സുവേന്ദു അധികാരി വന്നതിന് ശേഷമാണ്. ബംഗ്ലാദേശിൽ നിന്നും നേരിട്ട് പശ്ചിമ ബംഗാളിലേക്ക് തീവ്രവാദ പ്രവർത്തനം നടത്താമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പാകിസ്ഥാൻ ഭീകര സംഘടനകൾ. പക്ഷേ അത് നടക്കുന്നില്ല. വലിയ രീതിയിൽ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. ഇതിനെല്ലാം കാരണം ഈ സുവേന്ദു അധികാരിയാണ് എന്നാണ് പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ISIയുടെ, അതായത് പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ISIയുടെ നിർദ്ദേശപ്രകാരം സുവേന്ദു അധികാരിയെ എങ്ങനെയും വകവരുത്താൻ ജെയ്ഷെ മുഹമ്മദ് പദ്ധതി ഇട്ടിരുന്നുവെന്നും അതിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ യാത്രാ വിവരങ്ങളും ദൈനംദിന ഷെഡ്യൂളുകളുമെല്ലാം ഈ പറയുന്ന ഹമീദ് മണ്ഡൽ വഴി മനസ്സിലാക്കിയതും എന്നൊക്കെയാണ് ഇപ്പോൾ ബംഗാൾ പോലീസ് എത്തിയിരിക്കുന്ന നിഗമനം. ഈ സുവേന്ദു അധികാരി എന്ന ബംഗാൾ മുഖ്യമന്ത്രിയെ വധിക്കുക, ഹൗറയിൽ നിന്നുള്ള ഒരു മുതിർന്ന മന്ത്രിയുടെ മകനെ ഹണി ട്രാപ്പിൽപ്പെടുത്തി പണം തട്ടുക, ഇതിനുമപ്പുറം മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്ദേശം കൂടി ഇവർക്കുണ്ടായിരുന്നുവെന്ന് ഈ ചാറ്റുകളിൽ നിന്നും വ്യക്തമാവുകയാണ്. അതായത് പാകിസ്ഥാനിൽ നിന്നുള്ള നിർദ്ദേശം നൽകുന്ന സംഘം ഈ ഹമീദ് മണ്ഡലിനൊരു നിർദ്ദേശം നൽകുകയാണ്, നിങ്ങൾ ദില്ലി പോലീസിൻ്റെ ഒരു യൂണിഫോം സംഘടിപ്പിക്കണം. ഈ നിർദ്ദേശം വരുന്നത് ദില്ലിയിൽ പാറ്റകളുടെ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. നമുക്കറിയാം, പാറ്റകൾ ജന്തർ മന്ദറിൽ സമാധാനപരമായി പ്രൊട്ടസ്റ്റ് നടത്തുന്നു. അതിനുശേഷം അവർ സമാധാനപരമായി ഒരു അനധികൃത മാർച്ച് നടത്തുന്നു. പാർലമെൻറ്റിലേക്ക് അനുമതിയില്ലാതെ അനധികൃതമായിട്ടാണ് മാർച്ച് നടത്തിയത്. ആ മാർച്ച് സംഘർഷഭരിതമാകുന്നു. ഇതൊക്കെ കണ്ടതിന് ശേഷമാണ് ഒരു ദില്ലി പോലീസിൻ്റെ യൂണിഫോം സംഘടിപ്പിക്കാൻ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് കേന്ദ്രങ്ങളിൽ നിന്നും ഈ പറയുന്ന ഹമീദ് മണ്ഡലിന് നിർദ്ദേശം ലഭിക്കുന്നത്. അതനുസരിച്ച് ഇയാൾ ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് യൂണിഫോം കൈവശപ്പെടുത്തിയിട്ടുണ്ടോ, അതിനുശേഷം ഇയാൾ ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ എടുത്തിട്ടുണ്ടോ എന്നൊന്നും ഇപ്പോൾ വ്യക്തമല്ല. അത്തരം വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വിടുന്നില്ല എന്നാണ് ബംഗാൾ പോലീസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കഥ ഇനിയും ബാക്കിയുണ്ട് എന്ന് തന്നെയാണ്. ബാക്കി ഭാഗങ്ങൾ ബംഗാൾ പോലീസ് രഹസ്യമായി വച്ചിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ദില്ലിയിൽ വലിയൊരു സമരം നടക്കുമ്പോൾ പാർലമെൻറ്റ് പോലെയുള്ള അതീവ സുരക്ഷാ മേഖലകളിലേക്ക് പാറ്റകൾ നിരന്തരം മാർച്ച് നടത്താൻ പദ്ധതിയിടുമ്പോൾ, മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ രാഹുൽ ഗാന്ധിയുടെയൊക്കെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വീടിന് അതീവ സുരക്ഷയുള്ള പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ ഗേറ്റിന് വരെ സമരം വ്യാപിപ്പിക്കുമ്പോൾ ഇവിടെ ഒരവസരമുണ്ട് എന്ന് പാകിസ്ഥാൻ ജെയ്ഷെ മുഹമ്മദ് കണക്ക് കൂട്ടുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള അവരുടെ സ്ലീപ്പർ സെല്ലിനോട് ദില്ലി പോലീസിൻ്റെ ഒരു യൂണിഫോം സംഘടിപ്പിക്കാൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒരു യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒരു ഭീകരൻ അതിനിടയിൽ കയറി അക്രമം കാണിക്കാൻ, പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ മോഡലിൽ ഒരു ഭീകരാക്രമണം പാർലമെൻറ്റിന് തൊട്ട് താഴെ നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നു എന്ന് വ്യക്തമാണ്. അതായത് ഒരു പോലീസ് യൂണിഫോം സംഘടിപ്പിക്കും. കശ്മീരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും നിന്നോ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ എല്ലാം തികഞ്ഞ വെടിവെക്കാനോ ബോംബ് വയ്ക്കാനോ ചാവേറാകാനോ പോലും തയ്യാറായിട്ടുള്ള ഒരു ഭീകരൻ അവിടെ എത്തിക്കുന്നു. അവിടെ വെച്ച് ഈ ദില്ലി പോലീസിൻ്റെ വേഷത്തിൽ ഈ പറയുന്ന പാറ്റകളുടെ സമരത്തിലേക്ക് നുഴഞ്ഞു കയറുന്നു. സമരക്കാരൻ അല്ലെങ്കിൽ പോലീസുകാരൻ അല്ലെങ്കിൽ പല സമരത്തെ നേരിടാനിറങ്ങുന്ന പോലീസുകാരൻ എന്ന നിലയ്ക്ക് ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കോ പാർലമെൻറ്റിൻ്റെ നിർണായകമായ വളരെ തന്ത്രപ്രധാനമായ ഭാഗത്തേക്കോ ഒക്കെ കടന്നു ചെല്ലാനുള്ള അധികാരം ലഭിക്കുന്ന ഒരു തീവ്രവാദിയായി മാറുന്നു. പിന്നീട് അവിടെ വച്ച് ഇന്ത്യയെ നാണം കെടുത്തുന്ന രീതിയിൽ ഒരു ഭീകരാക്രമണം നടത്തുക. ഇതാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ പദ്ധതിയെന്ന് ബംഗാൾ പോലീസ് ഇപ്പോൾ ഏറെക്കുറെ കണക്ക് കൂട്ടിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടക്കുകയാണ്. പിടികൂടിയ ഈ രണ്ടുപേരെയും, അതായത് ഹമീദ് മണ്ഡലിനെയും അർപ്പിത സർക്കാരിനെയും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ സാന്നിധ്യത്തിലടക്കം ചോദ്യം ചെയ്തു വരുന്നു എന്നാണ് സൂചന. വരും ദിവസങ്ങളിൽ ഈ ആക്രമണ പദ്ധതിയെക്കുറിച്ച്, എന്തായാലും ഇതൊരു വലിയ ആക്രമണ പദ്ധതിയായിരുന്നു, ജെയ്ഷെ മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ആക്രമണ പദ്ധതിയായിരുന്നു ഇന്ന് വെളിപ്പെടുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുതിർന്നാൽ അത് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു ആക്രമണമായി കരുതുകയും ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കുകയും ചെയ്യും എന്ന് ഇന്ത്യ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഏതാണ്ട് അതിന് സമാനമായ ഒരു
ഇതാണ് ഒരു ആക്രമണ ശ്രമമാണ് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഈ പറയുന്ന പ്ലോട്ട് വിജയിച്ചിരുന്നുവെങ്കിൽ പാറ്റകളുടെ സമരത്തിൽ വലിയ രീതിയിലുള്ള ഭീകരാക്രമണം നടക്കുമായിരുന്നു. വെടിവെച്ച് ധാരാളം വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലാൻ സാധ്യതയുണ്ട്. ഇവർ ദില്ലി പോലീസിൻ്റെ യൂണിഫോമിലായതുകൊണ്ട് തന്നെ ഒരു നിമിഷത്തേക്കെങ്കിലും രാജ്യത്താകമാനം ഈ ഒരു ദില്ലി പോലീസ് വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊന്നു എന്നൊരു സന്ദേശം പരക്കാനുള്ള സാധ്യതയുണ്ട്. പാറ്റകളാണെങ്കിൽ അക്രമം ഉണ്ടാക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പാറ്റകളുടെ പേരിൽ അക്രമം നടക്കുമായിരുന്നു. പിന്നീട് അത് നിയന്ത്രിക്കാൻ പോലീസിനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും പാടുപെടേണ്ടി വരുമായിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് മറ്റ് കാര്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ അതിവേഗം നീങ്ങിയത് എന്നേതാണ്ട് ഉറപ്പിക്കാവുന്ന തെളിവുകളാണ് ഇപ്പോൾ ബംഗാൾ പോലീസ് നൽകുന്നത്. എന്തായാലും ഈ ഒരു ടെറർ പ്ലോട്ടിനെ കുറിച്ച്, ഈ ഒരു ഭീകരവാദ ആക്രമണ ശ്രമത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്നാണ് സൂചന.